ഹായ്, ഈ ഒരുങ്ങിക്കിട്ടി എങ്ങോട്ടാണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? നമുക്കിന്നൊന്ന് ചെറുതായിട്ടൊരു ട്രിപ്പ് പോയിട്ട് വരാം. അതായത് ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത്. നമ്മളെ റിലേറ്റീവ്സൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഒന്ന് അവരെ മീറ്റ് ചെയ്ത് വരാമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് മെയിൻലി നമ്മൾ പോകുന്നത്. ഇന്ന് ഡിസംബർ 30, അതായത് ചൊവ്വാഴ്ച രാവിലെ ഏകദേശം ഒരു 5 മണി ആ സമയത്താണ് നമ്മൾ ഉള്ളത്. ഫസ്റ്റ് നമ്മൾ ട്രെയിനിന് പോകാനാണ് ഉദ്ദേശിച്ചതെങ്കിലും ട്രെയിനിൽ ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് പെട്ടെന്ന് നമ്മളെടുത്ത തീരുമാനമായതുകൊണ്ടും ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ടും നമ്മളത് കാറിലേക്ക് മാറ്റാണ് ചെയ്തത്. നമ്മൾ കാഞ്ഞങ്ങാട്, പാണത്തൂർ, ഭാഗമണ്ഡല, മടിക്കേരി ആ ഒരു റൂട്ടാണ് പിടിച്ചത്. പക്ഷേ ഒരു ഫോറസ്റ്റ് റൂട്ട് ആയതുകൊണ്ടും റോഡ് കുറച്ച് മോശമായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് യാത്രകൾ ഇഷ്ടം ട്രെയിനിലാണ്. പക്ഷേ ഇതെന്തോ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് കാറിൽ പോയത് ഏറ്റവും നല്ലൊരു തീരുമാനമായി എന്ന് തോന്നിയിട്ടുണ്ട്. അവർക്ക് ബോറടിക്കുമ്പോൾ അവർ ഗെയിം കളിച്ചു. പിന്നെ എന്തായാലും വോമിറ്റിംഗ് ടെൻഡൻസി ചില കുട്ടികൾക്ക് ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് കാറ് നിർത്തി വോമിറ്റ് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളെല്ലാം ഉള്ളത് നമ്മളെ വണ്ടി ആയതുകൊണ്ട് മാത്രമാണ്. അപ്പം ആ ഒരു രീതിയിൽ നല്ല ജോളിയായിട്ട് നമ്മൾ പോവാണ് ചെയ്തത്. പിന്നെ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലെ യാത്ര എന്ന് പറയുന്നത് നല്ല അടിപൊളി യാത്രയാണ്. പിന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കണ്ടു. അതേപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ ബോർഡുകളുണ്ടായിരുന്നു, ആനയുണ്ടാവും, പുലിയുണ്ടാവും, സൂക്ഷിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആനേനും പുലിയനും ഒക്കെ കാണുന്നതെല്ലാം വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് നല്ല മഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അധികം തണുപ്പും കാര്യങ്ങളൊന്നുമില്ല, നല്ല വെതറാണ്. ഇത് രാവിലെ ആയതുകൊണ്ടുള്ള മഞ്ഞാണെന്നാണ് തോന്നുന്നത്. ഏകദേശം കുറച്ച് മഞ്ഞ് കിട്ടിയപ്പോൾ നമ്മളവിടെ കുറച്ച് സമയം കാറ് നിർത്തി സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഏകദേശം ഈ ഫോറസ്റ്റ് റൂട്ട് കഴിയാൻ പോകുന്ന ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ കാറൊന്ന് നിർത്തി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ നെക്സ്റ്റ് കിട്ടുന്ന ഒരു ടൗണിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്നുള്ള ഒരു പ്ലാനായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വിശപ്പ് കാരണം ഫസ്റ്റ് കിട്ടുന്നൊരു ടൗണായ ഭാഗമണ്ഡലമാണ്. അവിടെ നമ്മൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ആ ടൗണിൽ തന്നെ ഒരു ഹോട്ടലിൽ നിന്ന് കുറച്ച് നല്ല ഫുഡ്സ് കഴിച്ച് പൂരി, ബാജി, അതേപോലെ തന്നെ ദോശ, സാമ്പാറാണ് കഴിച്ചത്. നമ്മളെ കറീനെയും കാട്ടി കുറച്ച് വ്യത്യാസമുണ്ട് അവരെ കറി. അതേപോലെ ഇഡ്ഡലി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മളെ മടിക്കേരി ടു മൈസൂർ റൂട്ട് പിടിക്കുകയാണ് ചെയ്തത്. നമ്മൾ ഫസ്റ്റ് ബാംഗ്ലൂരേക്ക് പോകാൻ ഉദ്ദേശിച്ചെങ്കിലും പിന്നീട് നമ്മൾ നേരെ മൈസൂർ പോയി മൈസൂർ പാലസൊക്കെ കണ്ടിട്ട് നേരെ ബാംഗ്ലൂരേക്ക് പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്. ഫസ്റ്റ് നമ്മൾ കാറിൽ പോകുമ്പോൾ ഒരുപാട് മണിക്കൂറുണ്ടാവും, ഒരുപാട് 7 hours ഇരിക്കണം, ഭയങ്കരമായിട്ട് ക്ഷീണമാവും എന്നെല്ലാം ചിന്തിച്ചെങ്കിലും പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല. കാരണം സ്വന്തം വണ്ടി ആയതുകൊണ്ട് അവിടെ നിർത്തി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ജോളിയായിട്ടാണ് പോയത്. നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിട്ടില്ല. 1 day കാറിലിരുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടില്ലേ ഇല്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഡെസേർട്ട്സ് ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ട്. അത് കാറിൽ നമ്മൾ കഴിച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ടിട്ട് കുറച്ച് കസ്റ്റർഡ് ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു, അത് നമ്മൾ കഴിച്ചു. അതിന് ശേഷം പാപ്പ കുറച്ച് റെസ്റ്റ് കൊടുത്തിട്ട് ഞാൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് മാറി. കുറച്ച് സമയം ഇനി ഞാൻ ഡ്രൈവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് കുക്കുംബർ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കുറച്ച് മസാലാസ്, അതായത് സാൾട്ടും ചില്ലീസൊക്കെ ഇട്ടിട്ട് കൊടുക്കുന്നത് കണ്ടപ്പോൾ ഇറങ്ങി വാങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒന്നിന് 10 രൂപ, ചെറിയ പൈസ മാത്രമേ ഉള്ളൂ. 10 രൂപയ്ക്ക് അവർ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് അതിലേക്ക് സാൾട്ടും ചില്ലിയും മിക്സ് ചെയ്ത് പൗഡർ ഇട്ട് തരും. അതൊക്കെ കഴിച്ചു. നമ്മൾ ഏകദേശം മൈസൂർ പാലസിൻ്റെ അടുത്ത് എത്തിയതുകൊണ്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാത്തത് കൊണ്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് മൈസൂർ പാലസിൻ്റെ ഉള്ളിൽ കയറാമെന്നുള്ളൊരു തീരുമാനം എടുത്ത് അപ്പം നല്ലൊരു റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ പോയി. എല്ലാവർക്കും വിശക്കുന്നത് കാരണം നമ്മൾ ഒരു ഓട്ടോ പിടിച്ച് ഒരു ഹോട്ടലിലേക്ക് പോയി ഫുഡ് കഴിച്ചതിന് ശേഷം പാലസിൻ്റെ ഉള്ളിലേക്ക് കയറാമെന്നുള്ളൊരു തീരുമാനം എടുത്തു. അപ്പം ഏകദേശം ഒരു നല്ല ഹോട്ടലിൽ തന്നെയാണ്, റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് റിക്ഷക്കാരൻ കൊണ്ട് ഇറക്കിയത്. നല്ല ഫുഡായിരുന്നു. നമ്മളൊരു നോർത്ത് ഇന്ത്യൻ താലി വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല കളർഫുള്ളായിട്ട് കാണുന്ന ഈ സംഭവമാണ് നോർത്ത് ഇന്ത്യൻ താലി എന്ന് പറയുന്നത്. ഇതിലേക്കൊരു മസാല പപ്പടാണെന്ന് തോന്നുന്നു. അതേപോലെ 2 പീസ് ഓഫ് നാനിൻ്റെ ബ്രെഡ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ റൈസ് ഉണ്ടായിരുന്നു. റൈസ് ഏകദേശം നമ്മളൊരു മന്തി റൈസ് പോലെ ഫ്ലേവേർഡ് റൈസാണ്. നല്ല രസമുണ്ട് കേട്ടോ കഴിക്കാൻ, എനിക്ക് ഇഷ്ടമായി. കളേഴ്സൊക്കെ കണ്ടിട്ടുണ്ട് ഏകദേശം വയറെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ വരുന്ന ഈ പനീറിൻ്റെ ഒരു ഗ്രിൽ പോർഷൻ, ഒരു ഗ്രില്ല് ചെയ്തപോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. നൈസ്. പനീറിൻ്റെ ടേസ്റ്റ് ഏകദേശം എല്ലാവർക്കും അറിയാമല്ലോ, അതേ തന്നെ. പിന്നെ ഡാൽ കറി ഉണ്ടായിരുന്നു, ഒരു കട്ടിയില്ല.
പിന്നെ വരുന്ന ഈ ഗോബി മഞ്ചൂരി, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറം ഉള്ളതാണ് പനീർ മസാല, അതും ഏകദേശം ഓക്കെയാണ്. പിന്നെ ഉള്ളതാണ് ഒരു ഓറഞ്ച് കളറിൽ വരുന്ന ഒരു പായസം പോലത്തെ സാധനം. അത് ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഒരു രസമില്ല. ഗോബി മഞ്ചൂരി നാന് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഗോബി മഞ്ചൂരി. പിന്നെ സ്വീറ്റിന് ഒരു ഗുലാബ് ജാമുനും അതേപോലെ തന്നെ തൈരും ഉണ്ട്. പിന്നെ നമ്മൾ ഒരു സൗത്ത് ഇന്ത്യൻ താലി കൂടി ഓർഡർ ചെയ്തു. അതിൽ 2 പൂരിയും ഒരു പപ്പടും, പിന്നെ നമ്മൾ സാധാരണ റൈസ്, പിന്നെ കുറച്ച് കറികൾ. സ്വീറ്റ്സിന് കേസരി ഉണ്ട്, അതേപോലെ കടല ചട്നി, പരിപ്പ് കറി അതേപോലെ കുറച്ച് ഫ്ലേവേർഡ് റൈസ്, സാമ്പാർ, രസം, മോര്. തൈരല്ല, മോരാണ് ഇതിന് സൗത്ത് ഇന്ത്യൻ താലിക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. കുറച്ച് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ ഒരു നൂഡിൽസും കൂടെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ മൈസൂർ പാലസിലേക്ക് എൻട്രി ആയി. നല്ല കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫ്ലവേഴ്സിൻ്റെ ഒരു സീസൺ അല്ലെങ്കിലും കുറച്ച് നല്ല ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൈസൂർ പാലസിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ ചെരുപ്പ് അവിടെ ഊരി വെച്ചിട്ട് വേണം എൻട്രി ചെയ്യാൻ. ഒടുക്കത്തെ തിരക്കായിരുന്നു ഗൈസ്. എന്താ സീസൺ ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല, ഭയങ്കര തിരക്കാണ്. നമ്മളിവിടെ നാട്ടിലെ സ്കൂൾ വെക്കേഷൻ ആണെങ്കിൽ അവിടെ ഫുള്ളും സ്കൂൾ സ്റ്റുഡൻസിനെയാണ് കണ്ടത്. പിന്നെ മൈസൂർ പാലസ് എന്ന് പറയുന്ന ഈ പാലസിൻ്റെ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ നിങ്ങൾക്കിത് ഇതിനെക്കുറിച്ചിട്ട് അറിയണമെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗൂഗിൾ ഇറ്റ്. ലൈഫ് ടൈമിൽ ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു സ്ഥലമാണ്. നല്ല ഇൻറ്റീരിയറും കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ല വർക്ക്സ്, അതേപോലെ തന്നെ പില്ലേഴ്സിൽ ചെയ്ത് വെച്ച വർക്ക്സ് ആയാലും ഡോർസിൽ, സീലിങ്സിലൊക്കെ ചെയ്ത് വെച്ച വർക്ക്സും കാര്യങ്ങളും നല്ല സ്റ്റണ്ണിങ് ആയിട്ട് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. അങ്ങനെ ഇതിൽ ഇൻറ്റീരിയേഴ്സ് കാണുമ്പോൾ എനിക്ക് പിന്നെ ദേവദാസ് ഫിലിമിൻ്റെ ആ ഒരു ഇൻറ്റീരിയറൊക്കെ പോലെ തോന്നി. ആ ഒരു ഫിലിം ആ ഒരു ഫീലാണ് അധികം ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്. നോക്കൂ, ഇതിൻ്റെ സീലിങ്ങിൽ എന്ത് ഭംഗിയായിട്ടാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നല്ല ഇതിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയുള്ളൊരു പാലസാണ് ശരിക്കും പറഞ്ഞാൽ മൈസൂർ പാലസ്. പക്ഷെ ആളെ തിരക്ക് കാരണം നമ്മൾ പെട്ടെന്ന് കയറി പെട്ടെന്ന് ഇറങ്ങി. നമ്മളിനി നേരെ ബാംഗ്ലൂർ മൈസൂർ റോഡ് NH കയറിയിട്ടുണ്ടായിരുന്നു. NH275 സംതിങ് ആണ്. അങ്ങനെ നമ്മൾ നേരെ നല്ല ഹൈവേ ആണ്. ബാംഗ്ലൂർ ഏകദേശം എൻ്റർ ആകുമ്പോൾ തന്നെ നമുക്ക് ഒരു മിനി ദുബായ് പോലെ ഫീൽ ചെയ്യും. അങ്ങനത്തെ നല്ല റോഡ്സും കുറച്ച് നല്ല ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ട്രാഫിക്കിൻ്റെ ഇടയിൽ നമുക്ക് ഇങ്ങനെ ബൊക്കേസൊക്കെ കൊണ്ടുവരുന്ന ചെറിയ മക്കളൊക്കെ കാണാൻ പറ്റും. നമ്മൾ ലാസ്റ്റത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒതൻറ്റിക് കബാബ് ഷോപ്പിലാണ് പോയത്. ഒരു തട്ടുകട പോലത്തെ ഒരു സെറ്റപ്പാണ്. ഷോപ്പ് തന്നെ ഒരു റെസ്റ്റോറൻറ്റ്. നമുക്ക് ഇരുന്ന ഫുഡെല്ലാം കഴിക്കേണ്ട ഫെസിലിറ്റീസ് ഉണ്ട്. ഇവിടെ സ്വീറ്റ്സ് ഒരുപാട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ചായ, നമ്മളെ കേക്ക്, ജിലേബി, അതേപോലത്തെ സാധനങ്ങൾ. പിന്നെ ഈ കബാബ്സാണ് ഇവിടുത്തെ ഹൈലൈറ്റ്സ്. നല്ല കളേർഡ് കബാബാണ്. അതേപോലെ തന്നെ ചിക്കൻ, ബീഫ്, ലാമ്പ്, ആട്ടിറച്ചി, അതേപോലെ അങ്ങനെ 3 മീറ്റെല്ലാം ഇവിടെ അവൈലബിൾ ആയിട്ട് കണ്ടിട്ടുള്ളത്. കഴിക്കാൻ രസമുണ്ട്, പക്ഷെ നമുക്ക് ഒരുപാട് കഴിക്കാനൊന്നും തോന്നില്ല. ജസ്റ്റ് ഒന്ന് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ നല്ലതാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് പാപ്പാൻ്റെ കസിൻ്റെ ബ്രദറിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ പിന്നെ രാത്രി ആയതുകൊണ്ട് അവിടുന്ന് വിഷ്വൽസ് ഒന്നും എടുത്തിട്ടില്ല. ദെൻ ഫോളോ ഫോർ മോർ വീഡിയോസ്. ബൈ ബൈ.